നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിലെ തങ്ങളുടെ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിലും വമ്പൻ വിജയം തന്നെ നേടിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക UAEയെ 40 പന്തുകൾ ശേഷിക്കെ 6 വിക്കറ്റിന് തകർത്തെറിഞ്ഞിരിക്കുന്നു. അങ്ങനെ UAE പരാജയവുമായിട്ട് മടങ്ങിപ്പോകുന്നു. 4 കളികളിൽ നിന്ന് ഒരു വിജയം നേടാൻ പറ്റി UAEക്ക് 2 പോയിൻ്റ്. സൗത്ത് ആഫ്രിക്ക 4 കളി 4 വിജയിച്ച് 8 പോയിൻറ്റോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത UAE നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റിന് 122 റൺസ് മാത്രമാണ് അടിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ 13.2 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നിരുന്നു സൗത്ത് ആഫ്രിക്ക. UAEക്ക് വേണ്ടി അവരുടെ മലയാളി താരം അലിഷാൻ ഷറഫു 38 പന്തുകളിൽ 5 ഫോറും 1 സിക്സും അടക്കം 45 റൺസ് അടിച്ചുകൊണ്ട് ടോപ്പ് സ്കോററായപ്പോൾ ക്യാപ്റ്റൻ മുഹമ്മദ് വസീം 12 പന്തുകളിൽ 22 റൺസ് അടിച്ചു. അദ്ദേഹമാണ് സെക്കൻഡ് ടോപ്പ് സ്കോറർ. പിന്നെ അവരുടെ ഓപ്പണർ ആര്യൻ ശർമ്മ 17 പന്തുകളിൽ നിന്ന് 13 റൺസ് അടിച്ചു. അതോടൊപ്പം തന്നെ മുഹമ്മദ് അർഫാൻ 8 പന്തുകളിൽ നിന്ന് 11 റൺസ് അടിച്ചു. ഇവർ മാത്രമാണ് പിന്നെ 2 അക്കം കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ്രിക് നോർക്കിയ 4 ഓവറിൽ 28 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ കോർവിൻ ബോഷ് വീണ്ടും ബൗളിംഗ് പ്രകടനം നടത്തി. 4 ഓവറിൽ വെറും 12 റൺസിന് അദ്ദേഹം 3 വിക്കറ്റുകൾ പിഴുതെടുത്തിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി QDK മികവ് കാണിച്ചില്ല. അദ്ദേഹം 16 പന്തിൽ നിന്ന് 14 റൺസാണ് അടിച്ചത്. സഹ ഓപ്പണർ ഏഡൻ മൾക്രം 11 പന്തിൽ നിന്ന് 28 റൺസ് അടിച്ചു. 5 ഫോറും 1 സിക്സും ആ ബാറ്റിൽ നിന്ന് പിറന്നു. റിയാൻ റിക്കിൾട്ടൺ 16 പന്തുകളിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 30 റൺസ് അടിച്ചപ്പോൾ ഡേവിഡ് ബ്രെവിസ് 25 പന്തിൽ നിന്ന് 1 ഫോറും 3 സിക്സും അടക്കം 36 റൺസും കുറിച്ചു. ഒടുവിൽ കളി ജയിക്കുമ്പോൾ സ്മിത്തും സ്റ്റെപ്സും ക്രീസിലുണ്ടായിരുന്നു. സ്റ്റെപ്സ് 6 റൺസുമായിട്ടും സ്മിത്ത് 3 റൺസുമായിട്ടും ടീമിനെ വിജയലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.